ലോകാവസാനത്തെക്കുറിച്ചുള്ള ചർച്ചകൾ ഒരിക്കലും അവസാനിക്കുന്നില്ല. ഓരോ കാലത്തും ഇതേക്കുറിച്ചുള്ള പുതിയ പുതിയ കാര്യങ്ങൾ വാർത്തകളിൽ ഇടം പിടിക്കാറുണ്ട്. ഭൂമിയുടെ ആയുസ് സംബന്ധിച്ച നാസയിൽ നിന്നുള്ള ശാസ്ത്രജ്ഞരുടെ വെളിപ്പെടുത്തലാണ് ഇപ്പോൾ വീണ്ടും ഇത് സംബന്ധിച്ച ചർച്ചകളെ സജീവമാക്കുന്നത്. ഭൂമിയുടെ ദിനങ്ങൾ എണ്ണപ്പെട്ടു കഴിഞ്ഞുവെന്ന സൂചനയാണ് പുതിയ വെളിപ്പെടുത്തലിൽ ശാസ്ത്രജ്ഞർ നൽകുന്നത്. ഭൂമി നശിക്കാൻ ഇനി ബാക്കിയുള്ളത് എണ്ണപ്പെട്ട വർഷങ്ങൾ മാത്രമാണെന്നും ഇവർ വെളിപ്പെടുത്തുന്നു. കാലാകാലങ്ങളായി മനുഷ്യന്റെ ഓരോ ചെയ്യികളും ഭൂമിയെ അതിന്റെ നാശത്തിലേക്ക് തള്ളിവിട്ടുകൊണ്ടിരിക്കുകയാണ്. വർദ്ധിച്ചു വരുന്ന ആഗോളതാപനവും അടിക്കടി ഉണ്ടാകുന്ന കാലാവസ്ഥാ വ്യതിയാനവും പ്രകൃതി ദുരന്തങ്ങളുമെല്ലാം ഇതിന് തെളിവാണ്. ഭൂമി ഇല്ലാതാകുന്ന ദിവസം വളരെ അകലെയാണെന്ന് തോന്നുമെങ്കിലും ഇത്തരം ദുർഘടമായ സാഹചര്യങ്ങൾ ലോകാവസാനത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുമെന്നും അനിവാര്യമായും അത് സംഭവിക്കുക തന്നെ ചെയ്യുമെന്നുമാണ് നാസ പ്രവചിക്കുന്നത്. ഈ പ്രവചനം വെറും ഊഹാപോഹം മാത്രമല്ല, ഭൂമി ഇല്ലാതാകാൻ എത്ര വർഷങ്ങൾ എടുക്കുമെന്നും ശാസ്ത്രജ്ഞർ കണക്കാക്കിയിട്ടുണ്ട്. ജപ്പാനിലെ ടോഹോ സർവകലാശാലയിലെ ഗവേഷകരുമായി സഹകരിച്ച് നാസയിലെ ശാസ്ത്രജ്ഞർ നടത്തിയ ഗവേഷണത്തിലാണ് ലോകാവസാനത്തെക്കുറിച്ച് പരാമർശമുള്ളത്. സൂപ്പർ കമ്പ്യൂട്ടറുകളും വിവിധ ഗണിതശാസ്ത്ര മോഡലുകളും ഉപയോഗപ്പെടുത്തിയാണ് ഗവേഷണം നടത്തിയിരിക്കുന്നത്. ഇതിൽ ഭൂമിയുടെ ആയുസ് ഇനി എത്രയായിരിക്കുമെന്നും അവർ നിർണയിച്ചു. 1 ബില്യൺ വർഷത്തിനപ്പുറത്തേക്ക് ഭൂമിക്ക് ആയുസ് ഉണ്ടാകില്ല എന്നാണ് ഗവേഷകരുടെ കണ്ടെത്തലുകൾ നൽകുന്ന സൂചന. ഭൂമിയിൽ അടിക്കടി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രതികൂല സാഹചര്യങ്ങളാണ് ഇതിനുള്ള കാരണമായി ശാസ്ത്രജ്ഞർ പറയുന്നത്. ഇത് ഭൂമിയിൽ ജീവൻ നിലനിർത്തുന്നത് അസാധ്യമാക്കി തീർക്കുമെന്നും നാസ വെളിപ്പെടുത്തുന്നു. സൂര്യന്റെ ചൂട് കൂടുന്നതും കാലാവസ്ഥാ വ്യതിയാനവുമാണ് ഇതിനുള്ള പ്രധാന കാരണമായി നാസ ചൂണ്ടിക്കാട്ടുന്നത്. ഭൂമിയിൽ ജീവന്റെ ശേഷിപ്പ് ഇല്ലാതാകുന്നത് സൂര്യൻ മൂലമായിരിക്കുമെന്നും ഗവേഷകർ വിശ്വസിക്കുന്നു. സൂര്യന്റെ താപോർജ്ജം അത്രത്തോളം തീവ്രമാകും. ഭൂമി ഉൾപ്പെടെ ചുറ്റുമുള്ള ഗ്രഹങ്ങളെല്ലാം അതിൽ ഇല്ലാതാകും. ഏകദേശം 99 കോടി വർഷത്തിനുള്ളിൽ ഭൂമിയിൽ ജീവൻ ദുഷ്കരമാകും. 100 കോടി ആകുമ്പോഴേക്കും ഭൂമിയിലെ ജീവന്റെ എല്ലാ അടയാളങ്ങളും അപ്രത്യക്ഷമാകുമെന്നും നാസ വെളിപ്പെടുത്തുന്നു. സൂര്യന്റെ ആരം വികസിക്കുമ്പോൾ ഭൂമിയിൽ താപനില ഉയരുകയും വായു ഗുണനിലവാരം മോശമാവുകയും ചെയ്യും. സൗര കൊടുങ്കാറ്റുകളുടെ ഫലമായുണ്ടാകുന്ന അന്തരീക്ഷത്തിലെ മാറ്റങ്ങൾ ഓക്സിജന്റെ അളവ് കൂടുതൽ കുറയ്ക്കുമെന്നും നാസ പറയുന്നു. മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ കാലാവസ്ഥാ വ്യതിയാനത്തെ സാരമായി ബാധിച്ചിട്ടുണ്ടെന്ന് ഗവേഷകർ ചൂണ്ടിക്കാട്ടി. ഇത് ഭൂമിയിൽ ചെറുതും വലുതുമായ പ്രതികൂലമായ മാറ്റങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. എന്നിരുന്നാലും സാങ്കേതിക വിദ്യയിലെ പുരോഗതിയിലൂടെ ഈ മാറ്റങ്ങളെ നിയന്ത്രിക്കാൻ കഴിയുമെന്നാണ് ശാസ്ത്രജ്ഞർ വിശ്വസിക്കുന്നത്. നൂതന സാങ്കേതിക വിദ്യകളിലൂടെ ഇതിന് ബദൽ സംവിധാനങ്ങൾ സൃഷ്ടിക്കാൻ കഴിഞ്ഞേക്കുമെന്നും ഇവർ പറയുന്നു. മനുഷ്യർക്കായി പുതിയ പരിസ്ഥിതികൾ സൃഷ്ടിച്ചും കൃത്രിമ ആവാസ വ്യവസ്ഥ വികസിപ്പിച്ചും മാനവരാശിയെ നിലനിർത്താനായേക്കും. കൂടാതെ ചൊവ്വയിലെ പര്യവേഷണങ്ങളും ശുഭസൂചനകളാണ് നൽകുന്നത്. ചൊവ്വയിൽ ജീവന്റെ സാധ്യതകളെക്കുറിച്ച് ശാസ്ത്രജ്ഞർ പര്യവേഷണം നടത്തുന്നുണ്ട്.